ഹായ് ഹലോ. അപ്പം നമ്മൾ വീണ്ടും ഇന്നൊരു പാനൽ കട്ട് ഡ്രസ്സുമായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ജോർജറ്റാണ് എടുത്തേക്കുന്നത്. 3 മീറ്റർ ജോർജറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ. 3 മീറ്റർ ജോർജറ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ നാലായിട്ട് മടക്കി, കൃത്യമായിട്ട് 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. എന്നിട്ട് സൈഡ്സിൽ പേൾപ്പിന്നും ഒക്കെ കുത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ കൃത്യമായിട്ട് പേൾപ്പിന്നൊക്കെ കുത്തി നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ലെങ്ത് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ്. ആദ്യം തന്നെ ആ 48 ഇഞ്ച് അങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ പാനലാണ് ചെയ്യുന്നത്. 3+3 ടോട്ടൽ 6 പാനലുള്ളത്. അതായത് 3 പാനൽ ഫ്രണ്ടിലും 3 പാനൽ ബാക്കിലും വരുന്നൊരു ഒരു ടോപ്പാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 48 ഇഞ്ച് നീളം അടയാളപ്പെടുത്തി എടുത്ത്, എനിക്ക് 48 ഇഞ്ചിലാണ് ഞാൻ ഐസി ആട്ടോ ഈ ടോപ്പ് തയ്ക്കുന്നത്, മീഡിയം സൈസിലാണേ. അപ്പം 48 ഇഞ്ച് നീളമാണ് അവൾക്ക് വേണ്ടിയത്. അതുകൊണ്ട് തന്നെ 48 ഇഞ്ച് നീളം ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഞാൻ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ താഴത്തേക്ക് 16 ഇഞ്ച് കണ്ടോ, അതെ നമ്മൾ കറക്റ്റ് 16 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തേക്കുവാണ്. ആ കറക്റ്റ് 16 ഇഞ്ച് നീളവും 5 ഇഞ്ചിലാണ് കേട്ടോ. ആ 16 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടേ. അപ്പോൾ 5 ഇഞ്ച് നീളത്തിൽ 16 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും താഴെ നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും താഴെ 15 ഇഞ്ച് വീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് ഫ്ലെയർ. അപ്പോൾ നമ്മൾ 15 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 16 ഇഞ്ചിൽ 5 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ച് നമ്മൾ അവസാനിപ്പിച്ചിരുന്നല്ലോ ആ ഷേപ്പിൻ്റെയൊക്കെ ആ ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇനി നമ്മൾ താഴെ അടയാളപ്പെടുത്തി വെച്ചേക്കണ 15 ഇഞ്ചിലേക്ക് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതെ ഇതുപോലെ നമ്മൾ അവിടെ നിന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നതൊക്കെ ജോയിൻ ചെയ്ത് ആ ഒരു പ്രോസസ്സിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതെ നമ്മൾ ആദ്യം ആ ഒരു സെൻറ്റർ പോർഷൻ, നമ്മുടെ പാനലിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് 2 സൈഡ് പോർഷനും കൂടി വേണം. അതായത് വലത്തെ സൈഡും ഇടത്തെ സൈഡും പാനലിൻ്റെ 3 പാനലാണല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് കെട്ടിയെടുക്കാം. അതിന് മുന്നേ തന്നെ ഞാൻ പേൾപ്പിന്നൊക്കെ കുത്തിയാട്ടോ എടുക്കുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ പേൾപ്പിന് കുത്തി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജറ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. ജോർജറ്റ് ഇങ്ങനെ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കൂല ചില സമയത്ത്. അപ്പം കൺട്രോളിൽ നിൽക്കാണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേൾപ്പിന് വെച്ച് കുത്തി സെക്യൂർ ചെയ്യണം. ഇനി തന്നെ നമ്മൾ ആ വെട്ടിയെടുത്ത് തുണി നേരെ തല തിരിച്ചിടുവാണ്. അതായത് നമ്മൾക്ക് താഴത്തെ ഭാഗത്ത് വീതി കുറവായിരിക്കും. നമ്മൾ 15 ഇഞ്ച് വെട്ടിയെടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ വീതി കുറഞ്ഞ ഭാഗം നമ്മൾ മേലിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നേരെ തലതിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, തുണിയുടെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന മറ്റേ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സ്ലാൻഡിങ് ലൈനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുവാണല്ലോ. അതപ്പം ആ ഭാഗം നമുക്ക് വേണ്ട. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം നമ്മളത് ഈ വെട്ടിയെടുത്തേക്കുന്നതിലേക്ക് നമ്മളിങ്ങനെ ചേർത്തിട്ട് കൊടുക്കുകയാണേ. ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അങ്ങനെ ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണേ. അപ്പം ടോട്ടലായിട്ട് എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം. അപ്പം ഞാൻ ടോട്ടൽ ഷോൾഡറിൻ്റെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴത്തേക്ക് ഞാൻ 7 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി എടുക്കുന്നത്. മീഡിയം സൈസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട്. അങ്ങനെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ L ഷേപ്പിൽ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഇട്ടേച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് L ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒരു കെറിവ് വേണമല്ലോ നമുക്ക്. ആ കെറിവ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇത് മീഡിയം സൈസ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 1.5 ഇഞ്ച് എടുക്കണം കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ചെസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ സ്വല്പം തുണി കുറവുണ്ട്. ഒരു 12 ഇഞ്ചെങ്കിലും മാക്സിമം നമുക്ക് വേണം. പക്ഷെ ഇവിടെ എനിക്ക് 11.5 ഇഞ്ചേ കിട്ടുന്നുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 11.5 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. നമുക്ക് അത്രേ തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെ 11.5 ഇഞ്ച് ഞാൻ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് ആ ആം ഹോളിൻ്റെ അവിടെ നമ്മളിങ്ങനെ കെറിവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ നമ്മൾ ഭംഗിയിൽ കെറിവ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത അളവ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മേളിൽ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പ് ഇട്ടതിന് ശേഷം 17 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. 17 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മളത് ചെസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന 11.5 ഇഞ്ചാണല്ലോ. 11.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ 12.5 ഇഞ്ചാണ് ആ 17. നമ്മൾ ഏറ്റവും മേളിൽ നിന്നും 17 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ താഴെ. അപ്പം അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് 11.5 ഇഞ്ചാണെങ്കിൽ അതിനകത്ത് നിന്ന് 1 ഇഞ്ചും കൂടെ കൂട്ടി 12.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ 17 ഇഞ്ച് വരച്ചത് ആം ഹോൾ വരച്ചതുകൊണ്ടല്ലോ, അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് അതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ വരുന്നെടുത്ത് വെച്ചിട്ട് നമ്മളൊരു 11 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ വയറിൻ്റെ ഭാഗത്തെ. അപ്പം നമ്മൾ ചെസ്റ്റ് 11.5,
വയറിൻ്റെ ആ ഒരു ഭാഗത്ത് 11, പിന്നെ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് 12.5. അങ്ങനെയാണ് നമ്മുടെ മാർക്കിംഗ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഏറ്റവും താഴത്തെ മാർക്കിംഗ് നോക്കുവാണെങ്കിൽ ഏറ്റവും താഴെ നമുക്ക് മാക്സിമം എത്ര കിട്ടുന്നോ അത്ര നമുക്ക് എടുക്കാം. ഇനി ഇവിടെ 16 ഇഞ്ച് വരെയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഏറ്റവും താഴെ 16 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം അവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 12.5 ഇഞ്ച്. ആ 12.5-യിൽ നിന്ന് നമ്മളിത് ഇപ്പം അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന 16 ഇഞ്ചിലേക്ക് നമ്മൾ യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു അളവുകളിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വിട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നത് ഈ താഴത്തെ പോർഷനാണ്. താഴെ കുറച്ച് എക്സ്ട്രാ തുണി കിടപ്പുണ്ടല്ലോ, ആ എക്സ്ട്രാ തുണി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള അളവുകളിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആം ഹോളിൻ്റെ പോർഷൻ ഞാൻ വിട്ടിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാനൽ കട്ടൊക്കെ ജോയിൻ ചെയ്യണമല്ലോ. ആ പാനൽ കട്ടെല്ലാം ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആം ഹോളിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മെയിൻ പാനലിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി കൃത്യമായിട്ട് നന്നായിട്ട് നീറ്റായിട്ട് മടക്കി മാറ്റി വയ്ക്കാവേ. അപ്പോൾ ഇനി നമ്മളിത് ആ പാനൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളിലേക്ക് ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. കാരണം ഇനി നമുക്ക് ആം ഹോളും കാര്യങ്ങളൊക്കെ ഇത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ സെൻറ്റർ ആയിട്ടുള്ള പാനൽ ഉണ്ടല്ലോ, ഫസ്റ്റ് കട്ട് ചെയ്ത സെൻറ്റർ പാനലിലേക്ക് നമ്മൾ സൈഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സൈഡ് പീസ് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വശമാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചേർത്ത് വെച്ച് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. രണ്ട് തുണിയും നമ്മൾ കൃത്യമായിട്ട് പിടിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് നമ്മുടെ ഒരു സൈഡ് നമ്മൾ ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടും. ഒരു സൈഡ് അടിച്ച് കഴിയുമ്പം നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ഇതുപോലെ അടിച്ചെടുക്കണം, ബാക്കും നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് സൈഡാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടൊന്നും അല്ല വെട്ടിയേക്കുന്നത്, ഒരേപോലെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും വെട്ടിയെടുത്തേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ നമ്മൾ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതെ ഞാൻ മറ്റേ സൈഡും ഇതേപോലെ തന്നെ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ സൈഡും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ആയിരുന്നു നമ്മൾ അടിച്ചു കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ അടിച്ചെടുത്തേക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ 2 പീസും എടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ആ 2 പീസും കൃത്യമായിട്ട് നമ്മൾ 2ആയിട്ട് മടക്കി എടുത്തിട്ടേക്കുവാണ് കേട്ടോ. അതായത് 4ആയിട്ട് മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് നമ്മളത് ഇട്ട് കൊടുത്തേക്കണത്. 4ആയിട്ട് മടക്കി എടുത്തേക്കുന്ന ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഫ്രണ്ട് പീസ് ഒരെണ്ണം തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ആ ഒരൊറ്റ പീസ് മതി ഒന്ന് ലൈനിങ് കൃത്യ അളവിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ. 4ആയിട്ട് മടക്കിയിട്ട ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് ആ പീസ് എടുത്തിട്ടത്. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ കൃത്യം വെച്ച് കട്ട് ചെയ്തെടുക്കുവാണേ. ആ മെയിൻ ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് നമ്മൾ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുവാണ് ഇതിന് വേണ്ടിയിട്ട്. ലൈനിങ്ങിൽ നമ്മൾ പാനലൊന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പാനൽ കട്ട് ചെയ്യാതെ വരാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ്സിൽ ഫ്ലെയർ കൂടുതലാണല്ലോ താഴത്തെ ഭാഗത്ത്. അപ്പോൾ ഫ്ലെയർ കൂടുതൽ വരാൻ നേരം നമുക്ക് ഈ സൈഡിൽ നമുക്ക് കിട്ടത്തില്ല, തുണി തികയത്തില്ല. അപ്പോൾ തുണി തികയാതെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണേ. ആ തികയാത്ത പോർഷനിലെ തുണിയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്തൊക്കെ മാറ്റുവാണ്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വെക്കേണ്ട പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ തുണി ഇങ്ങനെ നമുക്ക് എക്സസ് ആയിട്ട് വരുവേ. ആ എക്സസ് ആയിട്ട് നമ്മൾ വരുന്നത് നമ്മൾ ഈ സമയത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്താണ് കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു ജേണിയിൽ അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് 2 പാർട്ടായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, ആ ഒരു പ്രോസസ്സിലൂടെ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സൈഡ് പീസാണ്. നമ്മൾ എക്സ്ട്രാ പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലൈനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡ് പീസാണ് നമ്മൾ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താലേ നമുക്കിതൊരു ഒറ്റ പീസായിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒറ്റ പീസാക്കി എടുക്കുവാണ് ലൈനിങ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലൈനിങ് ആണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇങ്ങനെ കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ. കാരണം വളഞ്ഞു പൊളഞ്ഞൊന്നും പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. നല്ല സ്ട്രെയിറ്റ് ലൈനായിട്ട് നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മളൊരു തുണി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്കും വൃത്തിയായിട്ടിരിക്കും. അപ്പം അങ്ങനെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കൃത്യമായിട്ട് നോക്കി നമ്മൾ ചെയ്യണം എന്ന് പറയണത്. അപ്പം നമ്മൾ ഒരൊറ്റ പീസാക്കി അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളത് ഇപ്പം മെയിൻ ക്ലോത്ത് അതിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും, അതായത് ഏറ്റവും താഴത്തെ ഭാഗം ഒഴികെ, ഏറ്റവും താഴത്തെ ആ ഫ്ലെയറിൻ്റെ ഭാഗം ഒഴികെ ബാക്കിയുള്ള 3 വശം ഉണ്ടല്ലോ, ആ 3 വശം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 3 വശം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമാണ്, ഏറ്റവും മേളത്തെ ഭാഗമാണ് അടിച്ചു വെച്ച് കൊടുക്കുന്നത്. ഇത് ഈ ഒരു ടൈമിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നീങ്ങാൻ ചാൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അപ്പോൾ ഈ ഏങ്കോണിപ്പും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് അടിച്ചു കൊടുക്കണമേ. ജോർജറ്റും ഈ ക്രേപ്പും കൂടെ നമ്മൾ, ജോർജറ്റും ലൈനിങ്ങും കൂടെ നമ്മളിതേ ഒരു സൈഡ്, ഞാൻ ആ ഷോൾഡറിൻ്റെ സൈഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു സൈഡും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ തുണി കൃത്യമായിട്ടല്ലേ വരുന്നതെന്നൊരു ടേബിളിലിട്ട് നോക്കണം. അപ്പം കുറച്ച് എക്സസ് പോർഷൻ അവിടെ എവിടെയൊക്കെ കുറച്ച് നീങ്ങിയിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടത് വരും. അങ്ങനെ വരാൻ നേരം നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷനൊക്കെ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ വെച്ചെടുക്കാൻ. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ലൈനിങ്ങിലോട്ട് ഈ സാധനം വെച്ചെടുക്കണം. അതപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോവുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഒരു ടേബിളിലേക്ക് എടുത്ത് ഇട്ട് നോക്കണം ഇത് കറക്റ്റ് അല്ലേ എന്ന്. അങ്ങനെ നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പം ബിഗിനേഴ്സ് ആണല്ലോ, അതുകൊണ്ടാണ് ഇതേ കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു സൈഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ടേബിളിലേക്ക് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പേൾപ്പിന്ന് ഊത്തിയെടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് അറിയത്തില്ലല്ലോ കൃത്യമായിട്ട് എവിടെയാണ് അത് വരുന്നതെന്ന്. അപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മൾ പേൾപ്പിന്ന് കുത്തിയേ മതിയാവും. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പേൾപ്പിന്നൊക്കെ കുത്തി കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അടിക്കാനായിട്ട്. അപ്പം ഞാൻ അതേപോലെ കൃത്യമായിട്ട് പേൾപ്പിന്ന് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഫ്രണ്ടും ബാക്കും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 3 സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫ്രണ്ടും ബാക്കും നമ്മളിത് ഇതുപോലെ മടക്കിയിടുവാണേ. ആദ്യം ഞാൻ ഇപ്പോൾ ഒരു പീസാണ് മടക്കിയിട്ടേക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ മറ്റേ പീസും ഉണ്ട്. കണ്ടല്ലോ, ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെ കൃത്യമായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആം ഹോളും ഒക്കെ അറിയാമല്ലോ നമുക്ക്. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത് വെച്ചതിൽ കൂടിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും താഴെ, നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ഏറ്റവും താഴത്ത് സൈഡ് ഉണ്ടല്ലോ, ആ ഏറ്റവും അറ്റത്തെ വശം നമ്മൾ ലൈനിങ് ഒക്കെ എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്ത ആ ഒരു ഏറ്റവും അറ്റത്തെ വശം ഉണ്ടല്ലോ, അവിടെ നമ്മൾ 1.5 ഇഞ്ച് മേളിലേക്ക് കയറ്റി വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സൈഡ് മാത്രം നമ്മൾ സെന്റർ പീസിൽ തൊട്ടിട്ടില്ലേ, ആ സൈഡ് മാത്രം നമ്മളൊന്ന് കയറ്റി വെട്ടി കൊടുക്കുന്നുണ്ട്. അതൊരു 2 ഇഞ്ച് വരെ നമുക്ക് വെട്ടി കൊടുക്കാം. മാക്സിമം 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് വെട്ടി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കിടക്കണ പോലെ കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ആ സൈഡ്, ആ വശം മാത്രം നമ്മൾ അറേഞ്ച് കയറ്റി കൊടുക്കണം. നമ്മൾ ആം ഹോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ പോവാണ്. നെക്കിന് വേണ്ടിയിട്ട് ഞാൻ 2.5 ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസിൻ്റെ അളവാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം 2.5 ഇഞ്ച് വീതിയാണ് കഴുത്തകലം ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ വി നെക്കാണ് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി നെക്ക് നമ്മൾ 6.5 ഇഞ്ചാണ് താഴത്തേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചേക്കണത്. അതുകൊണ്ട് 2.5 ഇഞ്ച് വീതിയും താഴത്തേക്ക് 6.5 ഇഞ്ച് നീളവും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൽ ഷേപ്പിലൊരു ബോക്സ് പോലെ വരച്ചു കൊടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ വി വരച്ചു കൊടുക്കുവാണ്. ആ 2.5 ഇഞ്ചിൽ നിന്ന് ആ ഒരു കോണിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വി വരച്ചു കൊടുക്കുവാണ്. 6.5 ഇഞ്ചാണ് നമ്മളിവിടെ താഴത്തേക്കുള്ള നീളം എടുത്തേക്കണം. അങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിന്റെ വീനക്ക് മാത്രമാണ് കേട്ടോ ഇപ്പൊ കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കണം കേട്ടോ. ബാക്കിലേക്ക് ഞാൻ കത്രിക മുട്ടിച്ചിട്ടേ ഇല്ല. ഫ്രണ്ട് കഴുത്ത് മാത്രം ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ബാക്കും കൂടെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുവാണ്. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുന്ന ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ്. അപ്പോൾ ആം ഹോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് ഇപ്പം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതേപോലെ തന്നെ 2.5 ഇഞ്ച് വീതി ഞാൻ എടുത്തതിന് ശേഷം താഴത്തേക്ക് ഞാനൊരു 5 ഇഞ്ച് നീളമാണ് കേട്ടോ കൊടുക്കുന്നത്. 5 ഇഞ്ച് നീളം താഴത്തേക്ക് ഇറക്കിയതിന് ശേഷം അതൊന്ന് യു ആയിട്ട് വെട്ടി കൊടുക്കുകയാണ്. യു നെക്കാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെയിൻ ക്ലോത്തിലുള്ള കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി മാറ്റി കൃത്യമായിട്ട് വെക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ നെക്ക് നമ്മൾ അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു തുണി വേണമല്ലോ. നെക്ക് അടിച്ച് മറിച്ചെടുക്കാനായിട്ടുള്ളൊരു പീസ് വേണം. പിന്നെ നമ്മൾ സ്ലീവിലൊരു പീസ് കഷ്ണം തുണിയിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ഇനിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ നെക്ക് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വന്നേക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീവാണേ. സ്ലീവ് നമ്മൾ ബിഷപ്പ് സ്ലീവാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 12.5 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട്. ടോട്ടൽ ലെങ്ത് നമുക്ക് വേണ്ടത് ഒരു 18 ഇഞ്ചാണ് കേട്ടോ. 18 ഇഞ്ച് ലെങ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. 18 ഇഞ്ചാണ് വേണ്ടതെങ്കിലും നമുക്ക് തയ്യൽ തുമ്പൊക്കെ നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പം നമ്മൾ 19 ഇഞ്ച് എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ളതാണ് 19 ഇഞ്ച്. അപ്പതേ നമ്മൾ 12 ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് വീതി നമ്മൾ മേളിലും താഴെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രണ്ട് വശങ്ങളിലും 12 ഇഞ്ച് വീതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് നമ്മൾ 19 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 12.5 ഇഞ്ചും 12.5 ഇഞ്ചും കൂടി താഴത്തെ 12.5 ഇഞ്ചും മേളിലത്തെ 12.5 ഇഞ്ചും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് യോജിപ്പിച്ച് കൊടുക്കുവാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആം ഹോളിന്റെ ആ ഒരു താഴത്തേക്ക് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണമല്ലോ. അത് നമ്മൾ അളന്നെടുക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6.5 ഇഞ്ചാണ് കേട്ടോ ഇറക്കം കൊടുക്കുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുവാണ്. 6.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ആ 6.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ആം ഹോളിന്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ സ്ലീവ് ഒക്കെ വെട്ടാൻ നേരത്തുള്ള ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പിൽ നമ്മൾ അങ്ങനെ അങ്ങ് വരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അത് ഈ ഒരു ഷേപ്പാണ് കേട്ടോ. ഇത് നമ്മളെ ചോക്ക് അധികം നന്നായിട്ട് തെളിയുന്നില്ല. അപ്പം ഇത് ഈ ഒരു ഷേപ്പാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ താഴെ നമ്മൾ കുറച്ചൊന്നും വെട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നുണ്ട്. ബിഷപ്പ് സ്ലീവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് മേളിലും. അതായത് സ്ലീവിന്റെ ഏറ്റവും മേളത്തെ ഭാഗത്തും പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്, താഴത്തെ ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർവ് ചെയ്തല്ല കുറച്ചൊന്നും വെട്ടാതിരുന്ന ഏറ്റവും താഴത്തെ വശത്ത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളത് താഴെ ബിഷപ്പ് സ്ലീവിന്റെ താഴെ ഒരു പടി പോലെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ പടിക്കുള്ള തുണിയാണ് വെട്ടിയെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 7 ഇഞ്ച് വീതിയിലാണ് കേട്ടോ തുണി എടുക്കുന്നത്. 4 ഇഞ്ച് നീളമാണ് അതിന് ടോട്ടൽ ഉള്ളത്. 1.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 1.5 ഇഞ്ച് വേണം. പിന്നെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ കൂട്ടി നമ്മൾ 4 ഇഞ്ചാണ് കേട്ടോ ഇതിന്റെ നീളം എടുത്തേക്കുന്നത്. 4 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ്. തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടേക്കുന്ന തുണി ഓപ്പൺ ചെയ്യുമ്പം അതിന്റെ വീതി എന്ന് പറയുന്നത് ഇരട്ടിയായിരിക്കും കേട്ടോ. അത് ഇതുപോലെ. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് ടോട്ടൽ വീതി കിട്ടുന്നുണ്ടാവും കേട്ടോ അതിന്. അപ്പം നീളം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. പിന്നെ നമ്മൾ വേറെ 2 പീസ് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ്. കഴുത്തടിച്ച് മറിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ഒരു തുണിയിലാണ്. അപ്പം നമ്മൾ 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ അവസാനിച്ചു. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എംബ്രോയിഡറി ചെയ്ത പീസ് നമ്മൾ പടിയുടെ അവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ അവിടെ എംബ്രോയിഡറി ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് നീറ്റായിട്ട് വെച്ച് മടക്കി അടിച്ചെടുക്കുവാണ്. അങ്ങനെ ഇത് നമ്മൾ ഒരു കഷ്ണം തുണിയും കൂടെ താഴെ വെച്ചത് ഇതുപോലെ നമ്മൾ നീറ്റായിട്ട് മടക്കി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അറ്റത്ത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. ആ വെച്ച് കൊടുത്ത പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണേ. പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം ആ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും കൂടെ ഞാൻ ഒന്നിച്ച് വെച്ച് അടിച്ചെടുക്കുകയാണ്. അത് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്നിച്ച് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു 1.5 ഇഞ്ച് വീതിക്കാണ് ഈ ഒരു പോർഷൻ നമ്മൾ തയ്ച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ പീസെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നമ്മളത് സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ വലിയ സ്ലീവാണ്. അങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ഉള്ള വലിയ ബിഷപ്പ് സ്ലീവ് ഉണ്ടല്ലോ, തമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതുപോലത്തെ സ്ലീവാണ് കേട്ടോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്യാദേഴ്സ് ഇടുന്നത് എങ്ങനെയാണ്. റണ്ണിങ് സ്റ്റിച്ച് വെറുതെ കെട്ടിടാതെ റണ്ണിങ് സ്റ്റിച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഗ്യാദേഴ്സ് വേണ്ടത് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു നൂലിൽ പിടിച്ച് വലിക്കണം. നമ്മൾ ഒരു നൂലിൽ പിടിച്ച് വലിച്ചു കഴിയുമ്പം ഇങ്ങനെ നമുക്ക് ഗ്യാദേഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ടെടുത്ത് നമ്മളിപ്പോൾ ഒരു സെൻറ്റർ പോർഷനിലാണ് കേട്ടോ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിലാണ് നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാദേഴ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ താഴത്തെ പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന തുണി ഉണ്ടല്ലോ, ആ തുണിയുടെ അത്രയും വീതി വേണം നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ ആ ഒരു പീസ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഗ്യാദേഴ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്യാദേഴ്സ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ താഴത്തെ പടിയാട്ടോ പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. താഴത്തെ പടി നമ്മൾ കൃത്യമായിട്ട് വെച്ച് 1.5 ഇഞ്ച് കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിലേക്ക് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
നമ്മളപ്പം ആ പടിയുടെ നല്ല വശമാണ് ചേർത്തിട്ട് കൊടുത്തേക്കുന്നത് സ്ലീവിലേക്ക്. ആ സ്ലീവിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മൾ ഈ പടിയുടെ നല്ല വശം ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നേരെ തുറന്ന് നോക്കാതെ എങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടുവേ. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഇതുപോലെ ഇരിക്കും. നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ, ആ എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നല്ല നീറ്റായിട്ട് എടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ ഒന്നും കൂടെ ഒരു അടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇന്റർലോക്ക് മെഷീൻ ഒന്നും ഇല്ല കേട്ടോ. ഇന്റർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇന്റർലോക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് ഇന്റർലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം അവിടെ നീറ്റായിട്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്ലീവിൻ്റെ മേളിലത്തെ പഫ് ഇട്ട് കൊടുക്കുകയാണ്. മേളിലത്തെ പഫ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ 6 ഇഞ്ച് സൈഡിൽ നിന്ന് ഏറ്റവും അറ്റത്തെ വശം ഉണ്ടല്ലോ, ആ വശത്ത് നിന്ന് നമ്മൾ 6.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ട ആ ഒരു വശത്ത് 6.5 ഇഞ്ച് നമ്മൾ 2 സൈഡിലും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ആ 6.5 ഇഞ്ച് സൈഡ് നമ്മൾ വിട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 6.5 ഇഞ്ച് 2 വശത്തും 6.5 ഇഞ്ച് വീതം നമ്മൾ വിട്ട് കൊടുക്കണം. അവിടെ നമ്മൾ പ്ലീറ്റ്സും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. ആ ഒരു വശം മസ്റ്റായിട്ട് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നില്ല. കണ്ടല്ലോ, 6.5 ഇഞ്ച് ഒഴിവാക്കി ബാക്കിയുള്ള വശങ്ങളിലാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാദേഴ്സ് ഇട്ട് എടുക്കുന്ന പോലത്തെ സിസ്റ്റം കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് കെട്ടൊന്നും ഇടാണ്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ വലിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ പ്ലീറ്റ്സ് ആയിക്കോളും കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒരു അടി കൊടുത്ത് അത് സെക്യൂർ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടെ അടി കൊടുത്ത് സെക്യൂർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് ഇപ്പം കഴുത്തടിച്ച് മറിക്കാൻ വേണ്ടി നമ്മളൊരു തുണി 8 ഇഞ്ച് നീളമോ 8 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ താഴത്തേക്ക് ഞാനൊരു കോട്ടൺ പീസാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് ക്യാൻവാസ് ഉണ്ടായിരുന്നില്ല, ക്യാൻവാസ് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ തയ്യൽ മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനൊരു കഷ്ണം കോട്ടൺ പീസ്, അപ്പോൾ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കുമല്ലോ, ഒരു കഷ്ണം കോട്ടൺ പീസ് അതിൻ്റെ താഴത്തേക്ക് വെച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ആ പീസിലേക്ക്, ആ 8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയുള്ള പീസിലേക്ക് ആ പീസിന്റെ നല്ല വശത്തേക്ക്, ആ പീസിന്റെ നല്ല വശത്താണല്ലോ നമ്മൾ ജോർജറ്റ് അടിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ ആ പീസിന്റെ നല്ല വശത്തേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ബാക്കിന്റെ നെക്കാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്നത്. അതിന്റെ നല്ല വശം, ആ ബാക്ക് പോർഷന്റെ നല്ല വശവും കൂടി ചേർത്തിട്ട് കൊടുത്ത് നമ്മൾ നെക്കിൽ ഇതുപോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ് കുറച്ച് വിട്ടതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിത് ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ടിൽ. അപ്പോൾ ആദ്യം നമ്മൾ ബാക്കിനൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എക്സസ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് നീറ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡിൽ ഞാൻ കോട്ടൺ പീസ് അടിച്ച് ചേർത്തിട്ടുണ്ടെന്ന്, അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കോട്ടൺ പീസ് അടിച്ച് വെച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ, ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ആ തയ്യലിൽ കയറാതെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കി വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ അതായത് നമ്മൾ ഇതുപോലെ തന്നെ ആ തുണിയുടെ എക്സസ് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തുണിയുടെ അറ്റവും കൂടി നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ പീസ് വെച്ച് ചേർത്ത് മറിച്ചടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ തുണിയുടെ സൈഡാണ് നമ്മളിപ്പം അടിച്ചു കൊടുക്കുന്നത് കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് എടുക്കാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ മറിച്ച് കൊടുത്ത് അവിടെ തുന്നിയാണ് ഇനി വെക്കുന്നത്. ഹെമ്മിങ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കണം. ഹെമ്മിങ്ങിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ അവിടെ ഒന്ന് ഇരുത്തി അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. ബാക്ക് നെക്ക് ഞാനത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വി നെക്ക് അടിക്കുവാണ്. വി നെക്കിൽ ഞാൻ അങ്ങനെ പതിച്ചടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളപ്പം ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ, ബാക്ക് പോർഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ വി നെക്കാണെന്നേ ഉള്ളൂ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനും ചെയ്തെടുക്കുവാണ് കേട്ടോ. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ വെട്ടിക്കളയുകയാണ് കേട്ടോ. എക്സസ് പോർഷൻ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇതുപോലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീനൊക്കെ വെട്ടുമ്പം ഇതുപോലെ നമ്മൾ ആ ഒരു തയ്യലിൽ കൊള്ളാതെ അവിടെ ഒന്ന് നമ്മൾ ആ ഒരു വീട് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉള്ളിലേക്ക്. അങ്ങനെ ഉള്ളിലേക്ക് കട്ട് ചെയ്തിൽ നമുക്ക് നന്നായിട്ട് മറിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീനക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീനക്കിൻ്റെ സൈഡ്സ് നമുക്ക് ഇതേപോലെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെയും കൂടെ നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് നീറ്റായിട്ട് വെച്ചൊന്ന് മടക്കി അടിച്ചു കൊടുക്കണവേ.
അങ്ങനെ മടക്കി അടിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഹെം ചെയ്യുമ്പം വൃത്തികേടായിട്ട് നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതുപോലാണ് പതിച്ചടിക്കേണ്ടത് കേട്ടോ. നെക്ക് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മളൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം പതിച്ചടിക്കണം. അതായത് പുറത്ത് നമുക്ക് അടിയൊന്നും, നെക്കിൻ്റെ ആ ഒരു പോർഷൻ്റെ പുറത്ത് ഭാഗത്ത് നമുക്ക് അടിയൊന്നും കാണണ്ട. അങ്ങനെ അടി കാണുമ്പോൾ കുറച്ച് വൃത്തികേടായിട്ടിരിക്കും. അങ്ങനെ വൃത്തികേടൊന്നും ഇല്ല, എന്നാലും ഇങ്ങനെ ഹെം ചെയ്ത് വെക്കുമ്പോൾ കഴുത്ത് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നീറ്റായിട്ടൊന്ന് ഉൾവശത്ത് നമ്മൾ ആ അടിച്ച് വെച്ച് കൊടുത്ത തുണിയിലാണ് നമ്മളിപ്പം പതിച്ചടിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ മടക്കി വെക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ടിരുന്നോളും, പെട്ടെന്നൊന്നും പൊങ്ങിപ്പോരത്തില്ല. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്, ഫ്രണ്ടും ബാക്കും കൂടി. അപ്പം നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം ഞാൻ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ്റെ ആ ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കുവാണ്. കണ്ടല്ലോ, ബാക്ക് പോർഷൻ്റെ ആ ഒരു നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കഴുത്തിൽ അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട്. ആ തുണി ഇങ്ങനെ തുറന്ന് വെക്കണം. ബാക്ക് പോർഷന്റെ തുണി, ആ ഒരു വശത്തെ തുണി ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ പൊതിഞ്ഞെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം അത് തുറക്കുമ്പം നമുക്ക് സീം കാണാതെയുള്ള ഷോൾഡർ ജോയിൻസ് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ അതുപോലെ ഷോൾഡർ രണ്ട് വശത്തും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതിലേക്ക് സ്ലീവ് നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള സെന്റർ ഭാഗം ഉണ്ടല്ലോ, സ്ലീവ് രണ്ടായിട്ട് മടക്കി എടുത്തതിന് ശേഷം സ്ലീവിന്റെ കറക്റ്റ് ആയിട്ടുള്ള സെന്റർ ഭാഗം കൊണ്ടുവന്ന് ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തേക്ക്, നമ്മളിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തല്ലോ, ആ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ആ സെന്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങുന്നത്. ആ സെന്റർ പോർഷൻ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് അടിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആം ഹോളിന്റെ ജോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നല്ല സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ 2 തവണ അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തവണ അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവിന്റെ നമ്മൾ സെന്ററിൽ നിന്നാണല്ലോ തുടങ്ങിയത്, സെന്ററിൽ നിന്ന് തുടങ്ങി ഇനി നമ്മൾ മറുവശത്തേക്ക് എത്തിയിട്ടുണ്ട്, അടി കൊള്ളാത്ത വശത്തേക്ക്. ഇനി നമുക്ക് ഈ മറുവശവും കൂടി ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. അപ്പൊ 2 സ്ലീവ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പിലേക്ക് ഇത് വരച്ച് ഷേപ്പ് വരച്ച് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതേ നൈസിയുടെ ഷേപ്പുകളൊക്കെയാണ് കേട്ടോ ഇവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ടോപ്പാണോ ഉള്ളത് ആ ടോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ടോപ്പിൻ്റെ മാർക്കിങ്ങിൽ കൂടി സെയിം അതുപോലെ തന്നെ വരച്ചെടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ അതുപോലെയാണ് ഇവിടെ വരച്ചെടുത്തേക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എടുത്ത് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഷേപ്പ് വരച്ചു കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ആ വരച്ചതിൽ കൂടി നമ്മൾ അടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഭയങ്കര സിമ്പിളാണെന്ന്. വളരെ എളുപ്പത്തിലാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ജോർജറ്റ് ആയതിൻ്റെ പേൾപ്പിന് കുത്തുന്നൊരു താമസം മാത്രമേ ഇതിനുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നല്ല പാനൽ കെട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു ടോപ്പാട്ടോ ഇത്. അപ്പം നമുക്കിത് അതിൻ്റെ വശങ്ങളിൽ നമ്മൾ ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നൈസിയുടെ അളവിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വശങ്ങളിൽ കൂടി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആവും കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈനിങ് പീസിൻ്റെ അടി ഒന്ന് മടക്കി അടിച്ചായിരുന്നു, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പം ലൈനിങ് പീസിൻ്റെ അടിയും മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും അവസാനം താഴത്തെ മടക്കേടി, അതായത് മെയിൻ ക്ലോത്തിൻ്റെ മടക്കേടിയും കൂടിയാണ് കേട്ടോ അടിച്ചേക്കണത്. അങ്ങനെ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് നമ്മുടെ സ്ലീവ് താഴെ പടി വെച്ചെടുത്തേക്കണത് ഇങ്ങനെയാണ്. നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിലും കൂടെ ഒരു കുഞ്ഞു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്കിൽ ഇങ്ങനെ വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് നൈസ് ചെയ്ത് ഇട്ടിട്ട് കാണാൻ. തമ്പനയിൽ നമ്മൾ ആ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ബൈ.